ഞാൻ ദീപായസ് പണിക്കർ. ഇത് സഹദേവ മന്ദിരമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. ഓലകെട്ടിയമലം പി ഒ മാവേലിക്കര. ഇവിടെയാണ് ഞാനും എൻ്റെ അമ്മയുമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പള്ളിക്കൽ നടുവിലേ മുറിയാണ്. ഭരണിക്കാവ് വില്ലേജ്, വാർഡ് നമ്പർ 1. എൻ്റെ വീട് നമ്പർ എന്ന് പറയുന്നത് 89. അപ്പോൾ എനിക്ക് 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഉണ്ട്. അപ്പം 52 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് അത് നമ്മുടെ എവിടെയാണെന്നറിയാവോ? നമ്മുടെ പല്ലാരിമംഗലം എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കേക്കര വില്ലേജിലാണ്. ബാക്കിയുള്ളതെല്ലാം ഈ ഭരണിക്കാവ് വില്ലേജിലാണ്. 3 സ്ഥലത്തായിട്ട് 3 പ്രോപ്പർട്ടിയാണ്. അപ്പം ഇങ്ങനെ നമ്മളെക്കുറിച്ച് കുറേ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുക, നമ്മളെ വെച്ച് ഇൻഷുറൻസ് തട്ടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. അതിലൊന്ന് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടുകാർ നല്ല ഇതായിട്ട് കള്ളക്കൂട്ടമാണ്. അവരാണ് ഇതിൻ്റെ വലിയ എല്ലാം പോലീസും അങ്ങനെയൊക്കെയുള്ള സംബന്ധമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഈ അമ്മ വീട്ടുകാരെന്ന് പറയുന്നവരും പിന്നെ കുറച്ച് ബിജു പി എന്ന് പറയുന്നവനുമാണ്. അവനെ 2002 കല്യാണം കഴിച്ചാണ് ഈ ബിജു പി. ഞാനൊരു വക്കീലാണ്. അവനെ 2002 കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് ബന്ധം ഒഴിഞ്ഞതാണ്. 2019 ജനുവരി 23 മാവേലിക്കര ഫാമിലി കോടതി വഴി ബന്ധം ഒഴിഞ്ഞതാണ്. ആർക്ക് പോയാലും അവിടെ അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കാണും. മനസ്സിലായില്ലയോ? അപ്പം ഇവൻ നമ്മുടെ പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്, നമ്മളെ വെച്ച് ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസ്. അതിലൊരു പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന ഒരു മുതുകള്ളിയുണ്ട്. അവൾ എൻ്റെ സിസ്റ്ററാണ്. ബന്ധം കൊണ്ട് സിസ്റ്ററാണ്, അല്ലാതെ നമുക്കൊരു ബന്ധവും ഇല്ല അവളുമായിട്ട്. അല്ലാതെ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചു എന്നുള്ള ബന്ധമല്ലാതെ ഇവളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും നമുക്കില്ല. ഇവളിങ്ങനെ നടക്കുകയാണ് നമ്മളെ വെച്ചിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട്. വെറും കള്ളിയാണ് ഇവളുടെ. ഇതുപോലെ തന്നെ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിജു പിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. ഇപ്പം പിന്നെ എല്ലാവർക്കും അറിയാം, സ്ലോ ആക്ടിങ് പോയിസൺ തന്നെ വകവരുത്തിയേച്ച് ഇവളെ ഇതാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ. പക്ഷേ അതൊന്നും നടന്നില്ല. ഉദ്ദേശങ്ങളൊന്നും ഇവരുടെ നടന്നില്ല. മനസ്സിലായില്ലേ? ഇവരുടെ ഉദ്ദേശം ഇതായിരുന്നു, നമ്മളെ വകവരുത്തണമെന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ നടന്നില്ല. അപ്പം എന്നിട്ട് ഇവളും ഇവനും കൂടെ കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഹിഡൻ ആയിട്ടുള്ള അജണ്ട. അതിന് സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ അമ്മ വീട്ടുകാർ രാജമ്മ എന്ന് പറയുന്നൊരു വലിയൊരു കള്ളിയുണ്ട്. അവൾ ഈ SNDPയുടെ ഗൂണ്ടയാണ്. അവൾ ഇതുപോലെ തന്നെ ഇതേ സ്വഭാവക്കാരിയാണ്. ഒരുത്തനെ പാമ്പിടിച്ച് ഒരുത്തനെ കല്യാണം കഴിച്ച് 10 മാസം കൊണ്ടൊക്കെ വകവരുത്തിയേച്ച് അങ്ങേരെ. എന്നിട്ട് അയാളുടെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിരുന്നു, അതിനെയും റെഡിയാക്കി വകവരുത്തിയേച്ച് ഇപ്പോൾ ഇങ്ങനെ നടപ്പാ ജോലി. ഇങ്ങനെ വീടാന്നേരം നടക്കുക. പിന്നെ ഇവളൊന്നും കൂടെ കല്യാണം കഴിച്ചായിരുന്നു. അയാളെ എല്ലാം വകവരുത്തി അയാളുടെ സ്വത്തും മുതലും ഒക്കെ എല്ലാം വിറ്റ് കുറച്ച് ലക്ഷങ്ങളുമായിട്ട് നടക്കുകയാണ്. 10-21 ലക്ഷം കിട്ടിയെന്ന് ആൾക്കാർ പറയുന്നത്. 10 ലക്ഷം ഈ പ്രീതായസ് പണിക്കറെല്ലാം അടിച്ചെടുത്ത്, കുറേയെല്ലാം ഇങ്ങനെ അടിച്ചെടുത്തതാണ് ഇവളുമാർ. എന്നിട്ട് ബാക്കി എവിടെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ കുറച്ച് നാൾ 3 വർഷത്തോളം ഞാനിവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എൻ്റെ അച്ഛൻ്റെ ശത്രുക്കളായ ഇതുപോലെ തന്നെ റിലേറ്റീവ്സ്, അച്ഛൻ്റെ അനിയന് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരുമായിട്ടെല്ലാം അങ്ങ് ഭയങ്കര അണ്ടർഗ്രൗണ്ട് ബന്ധങ്ങളായിരുന്നു ഇവൾക്ക്. ഇവളിവിടെ വന്ന് ഞങ്ങളിവിടെ വലുതായിട്ട് സഹകരിക്കാത്ത ആളുകളെ വരെ വിളിച്ച് ഇവിടെ ആണുങ്ങളെ കയറ്റുക, ഇവിടെ ഒരു ഓട്ടോക്കാരനെ വിളിച്ചങ്ങ് കയറ്റുക, കയ്യെ പിടിച്ച് നടക്കുക, ഇതൊക്കെയായിരുന്നു ഇവളുടെ ജോലി. ഒരു മുരളി എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരനെ പിടിച്ച് കയ്യെ പിടിച്ച് ഇവിടെ അങ്ങ് നടക്കുകയായിരുന്നു ജോലി. അതുപോലെ ഒരു SNDPയിൽ ഒരുത്തരുണ്ട്, അവനെയും എല്ലാം ഇങ്ങനെ പിടിച്ച് വയ്ക്കുക, അവന് പൈസ കൊടുക്കുക, പിന്നെ വിളക്ക് കത്തിക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ കൊടുക്കുക, അവനെ വിളിച്ച് ഇതാക്കുക. ഇങ്ങനെ പിന്നെ ഒരു നെടിവറമ്പി ശീലൻ അയാളെ വിളിച്ചിരുത്തുക. ഇവിടെ അങ്ങനെ പല പല വേലകളായിരുന്നു. എന്നിട്ട് കഥകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വസ്തു ഓൺലൈൻ വഴിയൊക്കെ ഒരു വഴിക്ക് നമ്മളൊരു വസ്തു കൊടുത്തായിരുന്നു. വസ്തു എന്ന് വെച്ചാൽ വഴിക്ക് ഒരു ശകലം വസ്തു നമുക്ക് വേണ്ടിയും കൂടെയുള്ള വഴിയാണ്. അപ്പം ഞാൻ അന്നേ പറഞ്ഞു, ഇതൊന്നും ഈ വഴി പോലും ഞാൻ എഴുതി തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വഴിയൊന്നും നമ്മൾ എഴുതി കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടേതും കൂടെയാണ് ആ വഴി. അപ്പോൾ നമുക്കതുപോലെ എപ്പം വേണമെങ്കിലും മാറ്റാം, ഒരു സൈഡിൽ കൂടെ എന്നെല്ലാം ഉണ്ട്. എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അവരോട് ശല്യമില്ല, അവർ വഴിയേ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവൾ പറയും, ഈ രാജമ്മ എന്ന് പറയുന്നവരോട് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് നമ്മളെ ഒരു ദിവസം, ആ വഴി അങ്ങ് ഓൺലൈൻ വഴി എഴുതി കൊടുക്കും. ഓൺലൈൻ വഴിയെന്ന് വസ്തു ഓൺലൈൻ വഴിയാണോ എഴുതുന്നത്? നമുക്കിതൊന്നും അറിയത്തില്ല. ഇവൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുക. ഓൺലൈൻകാരിയാണ് ഇവൾ ഓൺലൈൻ കള്ളിയാണ് ഇവൾക്ക് അറിയാൻ വയ്യാത്ത 88 വയസ്സായി. നെറ്റ്വർക്ക് ഇഷ്യൂസും എല്ലാം ഇവൾക്ക് അറിയാം. ഇവൾ പറയുമ്പോൾ ആർക്കും ഭ്രാന്തല്ല. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസും അല്ല, നെറ്റ്വർക്കില്ല. ഇതൊക്കെ ചുമ്മാ ഇവന്മാർ കളയുന്നതാണ്. ഇപ്പം നെറ്റ്വർക്കില്ല. നെറ്റ്വർക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ഇൻ്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പല പല ടെക്നോളജി ഉണ്ട്. അപ്പം ഇവൾ പറയുന്നതാണ് നെറ്റ്വർക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇവളങ്ങ് ഇങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും ഇവൾക്കറിയാം. ഭയങ്കര കള്ളിയാണ് ഇവൾ നമ്മുടെ വീട്ടിൽ കയറി ഈ കള്ളി കുറേ നാൾ താമസിച്ചെന്തായാലും. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറക്കി ഇവൾ തൃശ്ശൂർ ഒരു അനാഥാലയത്തിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇവൾ ഓട്ടോയെ കയറി വരും. ഇവരുടെ ഡ്രാമ എന്ന് പറഞ്ഞാൽ
ഇവരുടെ ഡ്രാമയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കല്യാണം കഴിച്ച ആരാണ്ടൊക്കെ വരുന്നെന്ന് ഡ്രാമ, ഓട്ടോയെ വരുന്നെന്ന് ഡ്രാമകളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടോട്ട് ഇങ്ങനെ എന്തുവാ, അപ്പോൾ ഇവളിങ്ങനെ ഇവളെ പറഞ്ഞു വിട്ടപ്പോൾ ഇവർ അരീക്കര പോയി. അരീക്കര എന്ന് വെച്ചാൽ കാരക്കാടെന്ന് പറയും. അവിടെ പോയിച്ചു. അപ്പോൾ അവരിവിടെ കയറ്റിയില്ല. അപ്പോൾ അവൾ ഈ ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്ന് ഇവിടെ കിടന്നപ്പം അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ ഡ്രാമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ ആരോ വന്നെന്നുള്ള ഡ്രാമയൊക്കെ ആയിരുന്നു ഇവളുടേത്. ആരോ വന്നെന്നൊക്കെയുള്ള ഡ്രാമ എടുക്കാമെന്നായിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നേ ഇവിടുന്ന് ഇറക്കുന്നതിന് മുമ്പ് ഇവരിങ്ങനെ കിടന്നുകൊണ്ട് പറയുകയാണ്, ഞാനേ ഒരു കാറ് പിടിച്ച് പോയിട്ടൊരു അവിടെ ഏതോ ഒരു ആശുപത്രിയിലൊക്കെ പോയിട്ട് വരാം കാറ് പിടിച്ച്. അപ്പോൾ ഇപ്പം ഇതൊക്കെയാണ് ഡ്രാമ. കാറ് പിടിച്ച് പോവുക, കാറ് പിടിച്ച് വരിക, ഇതൊക്കെ ഡ്രാമയുടെ ഭാഗങ്ങളാണ്. ആ കാറ് പിടിച്ച് ആരുടെയോ കൂടെ പോയി കാറ് പിടിച്ച് തിരിച്ച് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മളെക്കുറിച്ച് ഉണ്ടാക്കുന്ന കള്ളക്കഥകളുടെ ഡ്രാമകളാണ് ഇവളുടേത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡ്രാമകൾ നിരന്തരം ഉണ്ടാക്കുന്ന ഇവളുടെ ജോലി. അപ്പോൾ ഈ ഇടയ്ക്ക് ഇവരെ തൃശ്ശൂർ കൊണ്ടുപോയി പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ, എന്നിട്ട് പോകണമെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പല പല ഡ്രാമകളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഇവൾ കൊണ്ടുപോയി വിടുന്നതായിട്ട് കാരക്കാട് ഇവരുടെ മുൻ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഒരു സാവിത്രി എന്ന് പറയുന്നവരുടെ വീട്ടിലോട്ട് കൊണ്ടുവിടുന്നു. അവർ വിളിച്ചിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാവിത്രി അവരുടെ മരുമോളും ഉണ്ട്. അപ്പം അവിടെ ഒരുത്തനുണ്ടായിരുന്നു. അയാളെയും 30-39 വയസ്സായപ്പോഴേ എല്ലാം റെഡിയാക്കി, 37-38. അപ്പം അവരുടെ അപ്പം സാവിത്രി എന്ന് പറയുന്ന അവരുടെ ആ വീട്ടിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാണ്, അവർ വിളിച്ചിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകളൊക്കെ ഉണ്ടാക്കി ഇവൾ കൊണ്ടുവിട്ടു. അപ്പോൾ ഇവളും എല്ലാം ഇതിനകത്തെ ഭാഗങ്ങളാണ്, കഥകളുടെ ഈ ഡ്രാമകളുടെ ഭാഗങ്ങളാണ്. എല്ലാം കൂടെ ഇരുന്നിങ്ങനെ ഒപ്പിച്ചിട്ടാണ് ഈ ഡ്രാമയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൊണ്ടുവിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വിളി വരുന്നു. അപ്പോൾ ഇവളങ്ങ് വിളിക്കുക, പ്രീത എസ് പണിക്കർ അങ്ങ് വിളിക്കുക ഞങ്ങളെ. എന്തുവാ ഇറക്കി വിട്ടു. രാജമ്മ എൻ്റെ അമ്മയുടെ ട്വിൻ സിസ്റ്ററാണ്. ഇറക്കി വിട്ടു അവിടുന്ന്, കാരക്കാട്ടു നിന്ന് ഇറക്കി വിട്ടു. ഇപ്പം കന്യകക്കാർ വിളിച്ചു, കന്യകയെ ചെന്നിരിപ്പുണ്ട്. എന്തുവാ അപ്പോൾ ഇവള് കൊണ്ടുവിടുമ്പോഴേ പറഞ്ഞു, ഇനി ഞാൻ ഒന്നും ഇതാക്കത്തില്ല, ഇനി എന്നെ പറയരുത് എന്നുള്ള ഡ്രാമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ കൊണ്ടുവിട്ട് ഇനിയും അപ്പോൾ ഇതൊക്കെ പ്രീ പ്ലാൻഡാണ്. ഇനി എന്നെ പറയരുത്. അപ്പോൾ ഇവരിറക്കി വിടും. അപ്പോൾ ഇനി അവളുടെ അടുക്കലോട്ട് വിടാനുള്ള പരിപാടികളൊന്നും വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഇനിയും പറയരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കള്ളറുടെ ചില വേർഡിങ്സ് ഒക്കെ. ഇനി എന്നെ പറയരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കന്യകക്കാർ പന്തളത്തൊരു കന്യക എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. നിങ്ങൾക്ക് ചെന്ന് തിരക്കിയാൽ മതി. അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്യാമറ എടുക്കണോ, ഇവിടെ വന്നിരുന്നു രാജമ്മ എന്ന് പറയുന്ന VK രാജമ്മ, വല്യത്ത് വീട്ടിലെ രാജമ്മ. നല്ലൂക്കാലയിലായിരുന്നു ഇവിടെ അവസാനം രണ്ടാമത്തെ കെട്ടി പുറത്തത് അവിടെയാണ്. നല്ലൂക്കാലയിൽ എന്ന് പറയുന്ന വീട്ടിലാണ്. പൊടിയൻ എന്ന് അല്ലെങ്കിൽ തങ്കപ്പൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ. കല്യാണം കഴിച്ചാണോ എന്ന് അറിയാതെ ഭാര്യയായിട്ടാണ് ഇവർ താമസിച്ചത്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം പൊടിയൻ ചിറ്റവൻ വേറെ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് കല്യാണമായിട്ട് കഴിച്ചിട്ടില്ല. ഇവരവിടെ നിൽക്കുകയായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങൾ ഇവൾ പണ്ടേ നടത്തി നല്ല പരിചയമാണ്. അപ്പം പൊടിയൻ ചിറ്റവനെ എല്ലാം വകവരുത്തി വെച്ചാൽ അപ്പം പ്രീത എന്ന് പറയുന്നവർ ഇനി എന്നെ പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ഡ്രാമാസാണ്. എന്നിട്ട് ഇവൾ കന്യകക്കാരെ കൊണ്ട് വിളിപ്പിച്ച് എന്നെ അമ്മയെ വിളിപ്പിച്ചു. അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വിളി തുടങ്ങി. തിരിച്ചെല്ലാം വിളിച്ച് ഇറക്കി വിട്ടെന്ന്. അപ്പോൾ ഇങ്ങോട്ട് വിളിക്കുമെന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റാൻ പറ്റത്തില്ല, ഇവിടെ എന്ത് സംഭവിച്ചാലും കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു വല്യത്തോട്ട് പോകാനെന്ന്. ഇവരുടെ വീട് വല്യത്താണ്, ഇവരുടെ അച്ഛനുണ്ടാക്കിയ വീട് വല്യത്താണ്, അവിടോട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് അന്നേരം അപ്പം അവർ കന്യകക്കാർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നാളെ വരാം, ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിലാക്കാം. അപ്പം അന്നേരം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പം പ്രീത എസ് പണിക്കർ പിന്നെ ഞാൻ പറഞ്ഞു പോലീസിന് ഈ പട്ടാളം വന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ പറയും. 10 ലക്ഷം വാങ്ങിച്ചു വരല്ലേ നോക്കേണ്ടത്. ഇവിടെ വേറെ ഒരു ആളുണ്ട്. ഇങ്ങനെ 2 പേരെ മുതുക്കരയൊന്നും ഇവിടെ നോക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇത് വൃദ്ധസദനമൊന്നുമല്ല, സഹദേവ മന്ദിരം. വൃദ്ധസദനത്തിലൊന്നുമല്ല എല്ലാവരെയും കൊണ്ടുവന്ന് ഇങ്ങോട്ട് തള്ളാൻ. വൃദ്ധസദനം എനിക്കതുമല്ല പണി. എനിക്കും കോടതിയിൽ പോകണം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വിസയൊക്കെ ഇതാക്കി എനിക്ക് കാനഡയ്ക്ക് വിസയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വിസ റെഡിയാക്കി എനിക്ക് പോകണമെന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഇതെന്ന് പറയുന്നത്. ഇവരൊക്കെ ഇങ്ങനെ പല ഡ്രാമയുമായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പം എന്തുവാ ഞാൻ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു പോലീസല്ല ഇനി പട്ടാളം വന്നാലും ശരി കാര്യങ്ങളൊക്കെ പറയും, ഇന്നതാ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. ഇവർക്ക് ഇവിടെ ഒരു അവകാശമില്ല. രാജമ്മയ്ക്കയുടെ ലക്ഷങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ കയറി താമസിച്ചതേ ഉള്ളൂ. ഇവിടെ കയറി താമസിച്ച് നമ്മളുടെ വാഷ്റൂമൊക്കെ ബാത്റൂമൊക്കെ വെറും നാശകോടാലിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കിയതായിരുന്നു. എല്ലാം നശിപ്പിച്ച് സത്യത്തിൽ എല്ലാം കൂടെ കയറി കിടന്ന് 2 കല്ലും എല്ലാം പിടിച്ച് വെച്ച് എല്ലാം കൂടെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിരക്കി അങ്ങ് നടപ്പാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
കന്യകക്കാർ അറ്റ് ലാസ്റ്റ് ടാക്സി വിളിച്ച് തിരിച്ചു വിട്ടികളെ. അങ്ങനെയാണ് കള്ളത്തരങ്ങൾ. ഇങ്ങനെ പല പല രീതിയിലുള്ള കള്ളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. ഭയങ്കര കള്ളവാണ്. ഇങ്ങനെ കള്ളവുമായിട്ട് നടക്കുക ഇങ്ങനെ പലരും, മനസ്സിലായില്ലയോ? ഇനി ഇവരെ ജീവിതത്തിൽ ഇവിടെ കയറ്റത്തില്ല. ജീവിതത്തിൽ ഇനിയിപ്പം ഏതാണ്ടൊരു പൈസ അയക്കും, പൈസ രാജമ്മ പറയുന്ന കേട്ട് പൈസ മാളവികയ്ക്ക് കൊടുക്കാൻ ഏതാണ്ട് പൈസ അപ്പം എൻ്റെ ബാങ്കിലോട്ട് ഏതാണ്ട് പൈസ അയച്ചെന്ന് വരുത്താനുള്ളത്. അതൊന്നുമല്ല, ഇവളാണ് അയക്കുന്നത്. രാജമ്മയെന്ന് പറയുന്നവളാണ് അയക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല, ആണുങ്ങളുമല്ല അയക്കുന്നത്. രാജമ്മയെന്ന് പറയുന്നവളാണ് മാളവികയ്ക്ക് കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ടാണ് അയക്കുന്നത്, അല്ലാതെ വേറെ ആരെ ആണുങ്ങളിലൊന്നും നമുക്ക് പൈസ തരുന്നില്ല. എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് മുക്കും ഗുജറാണ്. അത് അദ്ദേഹം ഡൽഹിയിലാണ്, രാജസ്ഥാനിയാണ്. ഇന്നലെ പിന്നെ മുക്കുമിൻ്റെ വീട്ടിൽ ഇതുപോലെ ഡ്രാമകളൊക്കെ ഉണ്ട്. മുക്കുമിൻ്റെ അച്ഛൻ വന്നൊരു ബാഗുമായിട്ടൊക്കെ വന്ന്, അപ്പം മുക്കുമിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് ഇട്ട് തന്ന് മുക്കുമിൻ്റെ ആളാണ് വന്നതെന്നുള്ളത്. എനിക്കും അറിയാം മുക്കുമിൻ്റെ അച്ഛനാണ് വരുന്നത്, കാരണം അച്ഛൻ്റെ അനിയൻ മരിച്ച് ആ പർപ്പസിനാണ് വരുന്നത്. ഇതുപോലെ ഫേക്ക് കല്യാണങ്ങളൊക്കെ ഉണ്ടാക്കല, ഇതുപോലെ മുക്കുമിനെക്കുറിച്ചും ജോലി ഇവർക്ക്. അന്നേരം പിന്നെ വെളിയിലിറങ്ങിപ്പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന പോലൊക്കെ വന്ന്. അപ്പോൾ ഇതൊക്കെ വലിയ ഡ്രാമകളുടെയൊക്കെ ഭാഗമാണ്. സ്വന്തം അനിയൻ മരിച്ച് കിടന്നാലും ഡ്രാമ ഒരു ഭാഗത്തൂടെ അങ്ങ് നടക്കും ഇവരുടെ. ഇതാണ് നാണോ മാനോ ഇല്ലാത്ത ആൾക്കാരാണ് ഇത്. ഭയങ്കര ക്രിമിനൽ മെൻറ്റാലിറ്റിയുമായിട്ട് നടക്കുക. ഇങ്ങനെ എന്തോ ഒരാൾ ആളുടെ അനിയൻ എന്ന് പറയുന്നത് വിഷം അടിച്ച് മരിച്ചിപ്പം. ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ നടക്കുകയാണ്. പലരെയും ഉപദ്രവിക്കുക, ഇതാക്കുക. ആർക്കറിയാം തല്ലിക്കൊന്നേച്ച് വിഷം അടിച്ചതാണെന്ന് പറയുകയാണെന്ന് നമുക്കറിയാനൊക്കത്തില്ല. അങ്ങനെ പല പല ഇതാണ്. എല്ലായിടവും കുറേ ഹിഡനായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്നത്തെ പണ്ടത്തെ ലോകമൊന്നുമല്ല, നോർമൽ ഡെത്തൊന്നുമല്ല എല്ലാവർക്കും. ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളാണ്. മോനടിച്ചത് വിഷമം കൊണ്ട് ഏതാണ്ടൊക്കെയോ കഴിച്ച് മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം അടിച്ചു കൊന്നതാണോന്ന്. പല പല വിഷം കൊടുത്തതാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. എന്താ പറയുന്നത്, നല്ലവരായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു. സത്യം എന്താണ്, എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്താ പറയുക, കാണണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ ഇന്നതാണ് സംഭവിച്ചതെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് ആത്മഹത്യകളാക്കി, കൊന്നേച്ച് ആത്മഹത്യകളാക്കുന്നത്. കൊന്നു കഴിഞ്ഞിട്ട് പറയാം ആത്മഹത്യയാണെന്ന്. ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര രീതിയാണ് ഈ ഓലകെട്ടി. എല്ലാം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണമാണ് എല്ലാവരും മരിക്കുന്നതെന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ്. ചുമ്മാ ഇതെല്ലാം കെട്ടിത്തൂക്കുന്നതാണ്. എന്നിട്ട് പറയും ഒരു കഥകളൊക്കെ ഉണ്ടാക്കും. നമ്മൾ പോലും അറിയത്തില്ല ഇതുപോലെ കള്ള കഥകൾ. ടെക്നോളജിയൊക്കെ അങ്ങ് വളർന്നത് കാരണം പല പല കഥകളാണ്. നമ്മുടെ വാട്സപ്പൊക്കെ കോപ്പി ചെയ്ത് പല പല രീതിയിലാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആരോട് ചാറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതുണ്ട്. നമുക്കിത് ഞാനിത് എൻ്റെ ഫേസ്ബുക്കിനകത്തും എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിൽ ഇന്നവരെ ഉള്ളൂ എന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. അത് നമുക്കാരെയും അറിയത്തില്ല.